നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു നീണ്ട നിരയുടെ ഒരു ക്യൂവിന്റെ ദൃശ്യം കാണിക്കുകയാണ്. ഈ പൊരുവെയിലത്ത് ആരെയോ കാത്തു നിൽക്കുന്ന കുറച്ചു സാധാരണക്കാർ. ആരെയോ അല്ല, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ. അവർ കൊണ്ടുവരുന്ന ഉച്ചയൂണിനെ, ഹൃദയപൂർവം എന്ന ഡിവൈഎഫ്ഐയുടെ ഉച്ചയൂണ് പദ്ധതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ ലൈനിൽ ഒരുപോലെ കീപ്പ് ചെയ്ത് നിൽക്കുന്ന എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായ? സമയം ഏകദേശം 1:10. ഇനിയും അവരെ കാണുന്നില്ല. ഇനി വരുമോ വരാതിരിക്കോ എന്നുള്ള ഒരു വിഷമവും മുഖത്തില്ല. കാരണം 365 ദിവസത്തില് ഒരു ദിവസം പോലും മുടങ്ങാതെ ഫുഡ് കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് വൈകിയാണെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉച്ചയൂണുമായി എത്തും എന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇക്കണ്ടമാനം ജനങ്ങൾ ഇത്തരം പൊരി വെയിലത്ത് ആ ചൂട് സഹിച്ചിട്ട് പോലും അവിടെ കാത്തു നിൽക്കുന്നത്. കാര്യം, ഒരുപാട് അമ്മമാരെ കണ്ട്, ഒരുപാട് പ്രായമായവരെ കണ്ട് ഊണ് ശേഖരിക്കുവാനുള്ളൊരു സമയം, കാലതാമസം ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ഉണ്ട് എന്ന് ഈ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. കൃത്യമായി 10 മിനിറ്റ് ലേറ്റ് ആയാലും അല്ലെങ്കിൽ 10 മിനിറ്റ് വൈകിയായാലും ആ ഊണും ആ പൊതിയും, സ്നേഹം നിറഞ്ഞ ആ പൊതിയുമായിട്ട് ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരുടെ അടുത്തേക്ക് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഓടിയെത്തുമെന്നുള്ള വിശ്വാസവും ഉറപ്പും ഇവർക്കുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഊണുമായി വരുന്നു. അതിൽ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരം ഹൃദയപൂർവ്വം എന്നൊരു പദ്ധതി നടത്തുന്നതെങ്കിലും അല്ലെങ്കിൽ മുടങ്ങാതെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നതെങ്കിലും അവർ കൊണ്ടുവരുന്ന ഊണിനകത്ത് ഒരുപാട് അമ്മമാരുടെ സ്നേഹമുണ്ട്. രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും വ്യത്യാസമില്ലാതെ, നിറമോ ജാതിയോ ഒന്നും നോക്കാതെ, അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത കുറെ അമ്മമാരുടെ സ്നേഹം. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, എന്തിനേറെ പറയുന്നു, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. അത്തരത്തിൽ സ്നേഹം മാത്രം പൊതികളിലാക്കി വിളമ്പുന്ന കുറെ അമ്മമാരുടെ സ്നേഹം, അത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ വിശപ്പടക്കുവാൻ ഒരു നേരത്തെ അന്നമായി മാറുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ സ്നേഹമായി മാറുന്നുണ്ടെങ്കിൽ, അതിന് വഴിയൊരുക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തു നല്ല നന്മ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ഊണുമായി എത്തുന്നു. അതിനുശേഷം ആ ഊണ് കഴിച്ചിട്ട് ജനങ്ങൾ പറയുന്ന ഒരു പ്രതികരണമുണ്ട്. നമ്മുടെ മനസ്സലിയിക്കും, മനസ്സിനെ തൊടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകുന്നത്. അവർ ഒരുപക്ഷെ ഇത്തരം രാവിലെ തുടങ്ങുന്ന പ്രവർത്തനമാണ്. തലേ ദിവസങ്ങളിൽ ഇതേ അമ്മമാരെ എല്ലാരെയും വീട്ടിൽ പോയി കണ്ട്, നാളെ രാവിലെ ഇതുപോലെ ഒരു നേരത്തെ ഊണ് തരണം അമ്മേ എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ച്, അപ്പോൾ അവര് യാചിക്കുകയല്ല, ഒരു മകൻ ഒരു അമ്മയോട് ചോദിക്കുന്നത് പോലെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോയി അമ്മമാരുടെ അടുത്ത് ചോദിക്കുകയാണ്,